SIR-മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജോലിഭാരം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ സഹായിക്കാനുള്ള നമ്മളെ മുടക്കിയത് CPM-ന്റെ ആൾക്കാരാണ്. അതിൽ റഫീഖ് എന്ന് ഞാനല്ല പറയുന്നത്, അനീഷേട്ടൻ തന്നെയാണ് പറയുന്നത്. അതിൽ CPM-ന്റെ പേര് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ, റഫീഖിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. റഫീഖ് ആരുടെ BLA? അപ്പോ ഈ CPM കാരണമാണ് മരിച്ചതെന്ന് പറയുന്നതിൽ എന്താണ് ശരിയുള്ളത്? നിങ്ങൾ പറയൂ. വൈശാഖ്, എന്താണ് വൈശാഖിന് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇതിൽ വൈശാഖിന് കൂടുതലായ ചില കാര്യങ്ങൾ പറയണം എന്നുള്ളത് കൊണ്ടാണ് വൈശാഖ് തുടർന്നത്. എന്താണ് PS സഞ്ജീവ് പറഞ്ഞതിന് വിരുദ്ധമായി അങ്ങേക്ക് പറയാനുള്ളത്? ആദ്യമായിട്ട് പറയാനുള്ളത്, പിന്നെ നമ്മൾ ഈ പരാതിപ്പെട്ടതിന് ശേഷവും നമ്മൾ ഒന്നിച്ച് തുടർന്ന് പോയി എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. കാരണം അതിനുശേഷം അനിഷേട്ടനോട് വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അനിഷേട്ടൻ ഞാനും ഫോൺ കോളുകൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വാട്സപ്പ് വഴി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഫീൽഡിൽ വേണ്ടാന്ന് തന്നെയാണ് അനിഷേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അനിഷേട്ടൻ ഒരു ദിവസം അവരുടെ BLA മാത്രമായിട്ടാണ് പോയത്. അവരുടെ BLA അല്ല, ഒരു പാർട്ടിയുടെ ഒരാളുമായിട്ടാണ് പോയത്. പിറ്റത്തെ ദിവസം മുതൽ അനിഷേട്ടൻ ഒറ്റക്കാണ് പോയിട്ടുള്ളത്. പിന്നെ ഒരു ആരോപണം എന്ന് പറഞ്ഞത് ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ്. സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചത് ഈ 2 ദിവസം മുന്നേ ആണ്. അതിനും ഇത് സംഭവം നടക്കുന്നത് ഏകദേശം 10 ദിവസം മുന്നേ ഉള്ള വിഷയമാണിത്. അന്ന് ഞാൻ സ്ഥാനാർത്ഥിയൊന്നുമല്ല, എന്നെ നമ്മളങ്ങനത്തെ ചർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താ പറയാ, നമ്മളിവിടെ പഞ്ചായത്തില് എല്ലാ വാർഡും സ്ഥാനാർത്ഥി പോലും ഉണ്ടാവാറില്ല സാധാരണ രീതിയിൽ നമ്മുടെ പഞ്ചായത്തില്. സ്ഥാനാർത്ഥി പോലും പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത് ചേട്ടാ, ഈ പറഞ്ഞ അനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഈ ജോലി സംബന്ധമായ സമ്മർദ്ദത്തെ തുടർന്നുള്ള അദ്ദേഹത്തെ ആത്മഹത്യയെ CPM-ന്റെ തലയിൽ കെട്ടിവെക്കുന്നത് നിങ്ങൾ ആ പ്രദേശത്ത് ജീവിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംവിധാനത്തെയും പ്രതി ചേർക്കാനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ 100% ഉറപ്പിച്ചിട്ടാണ് ഇത് പറയുന്നത്? നിങ്ങൾക്ക് ഉറപ്പുണ്ട്? അങ്ങനെ ഒരു നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? അങ്ങനെ CPM നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് ഈ ആത്മഹത്യ എന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, ഞാൻ പറയട്ടെ. SIR-മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജോലിഭാരം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ സഹായിക്കാനുള്ള നമ്മളെ മുടക്കിയത് CPM-ന്റെ ആൾക്കാരാണ്. അതിൽ റഫീഖ് എന്ന് ഞാനല്ല പറയുന്നത്, അനീഷേട്ടൻ തന്നെയാണ് പറയുന്നത്. അതിൽ CPM-ന്റെ പേര് പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ, റഫീഖിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. റഫീഖ് ആരുടെ BLA? അപ്പോ ഈ CPM കാരണമാണ് മരിച്ചതെന്ന് പറയുന്നതിൽ എന്താണ് ശരിയുള്ളത്? നിങ്ങൾ പറയൂ. നിങ്ങൾ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളാണ്. ഇല്ല, CPM അദ്ദേഹത്തിന് ഇത് ജോലി ചെയ്യുന്നതിൽ സുഗമമാക്കാനുള്ള വഴികള് CPM-ന്റെ ഭാഗത്തുനിന്ന് തടഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ ക്യാമ്പ് നടത്തുന്ന വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ശരി വൈശാഖ്, ആ ഓഡിയോ സംഭാഷണത്തിൽ അനീഷ് ജോർജിനോട് ചോദിക്കുന്നുണ്ട് റഫീഖ് ആണോ ഭീഷണിപ്പെടുത്തിയതെന്ന്. പക്ഷെ അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല. അല്ല, അതില് ആദ്യം വോയിസ് റെക്കോർഡ് ഇട്ടതില് ആദ്യത്തെ പേര് പറയുന്നത് റഫീഖാണ് പറഞ്ഞതെന്നാണ്. അദ്ദേഹത്തിന്റെ സൗണ്ട് ഇതായതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ആ സൗണ്ട് കയറ്റി വെച്ചിട്ട് കേട്ടു നോക്ക്. റഫീഖാണ് പറഞ്ഞതെന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്നീട് ഭയം ഉണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്, പക്ഷെ നേരിട്ടത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതില് അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ ശാസ്ത്രീയമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. റഫീഖ് ഇങ്ങനെ അദ്ദേഹത്തെ ഫോൺ വിളിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ പരിശോധിക്കപ്പെടണം. ഇങ്ങനത്തെ ഇത്ര ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ? റഫീഖുമായി സ്വാഭാവികമായും അദ്ദേഹത്തിന് ആശയവിനിമയം ഉണ്ടാകുമല്ലോ. അപ്പൊ വൈശാഖുമായിട്ട് ഉണ്ടായതുപോലെ തന്നെ അപ്പുറത്തെ BLA ആണ്. അപ്പോ സ്വാഭാവികമായും ആശയവിനിമയം ഉണ്ടാകും. അപ്പോ നേരത്തെ ഈ ടെലിഫോൺ രേഖകൾ നോക്കിയാലൊന്നും അതിൽ കാര്യമില്ല. ഇത് ഈ പറയുന്ന ഓഡിയോയിൽ കൃത്യമായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. കോൺഗ്രസ് ആ ഓഡിയോ സന്ദേശം കേൾപ്പിക്കുന്ന സമയത്ത് അത്ര ക്ലിയറുമായിരുന്നില്ല. ഓഡിയോയില് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. റഫീഖ് ആദ്യം ഫസ്റ്റ് തന്നെ പറയുന്നത് റഫീഖ് തന്നെയാണ് പറയുന്നത്. അതൊന്നും കൂടി നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ ഓഡിയോ നിങ്ങൾക്ക് DC% അയച്ചു തന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതില് ഫസ്റ്റ് പേര് പറഞ്ഞ റഫീഖ് തന്നെയാണ്. അത് കുറച്ച് സൗണ്ട് കൂട്ടി വെച്ച് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഏത് അന്വേഷണത്തിന് ഞാൻ തയ്യാറാണ്, എന്റെ ഫോൺ ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ്. ശരി.